പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയും കമലാമ്മയും കൂടി താലി വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് വരികയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് രാധ വരുന്നുണ്ട്. 500 രൂപയ്ക്ക് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ കമലാമ്മയും വേദയും കൂടി അവിടെ ഇരിക്കുന്നത് കാണും കേട്ടോ. ഷോപ്പിലെ മാനേജറോട് ചോദിക്കുന്നുണ്ട്, അവർ എന്തിനാ അവിടെ വന്നിരിക്കണേ, എന്ത് എടുക്കാനാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്താ നിനക്കറിയത്തില്ലേ കമലാമ്മയെ, നീ അവരുടെ വീട്ടിലൊക്കെ പോവാറുള്ളതല്ലേ രാധേ, അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, നമുക്ക് താലി പിരിക്കൽ ചടങ്ങ്, അപ്പോൾ അതിനുള്ള താലിമാല വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ഇല്ല ഞാനിപ്പോൾ കുറച്ചായിട്ട് അങ്ങോട്ട് പോവാറില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. രാധ വിവരം അറിയുമ്പോൾ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. പിന്നെ എന്തോ ആലോചിച്ച് അങ്ങനെ നടന്നു പോവാണ്. പിന്നീട് വേദയുടെ മുത്തശ്ശിയും പത്മയും കൂടി ചടങ്ങുകൾക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുകയാണ്. ഫുഡിൻ്റെ കാര്യങ്ങളായാലും അന്നത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യാൻ അതിനുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. വലിയൊരു ചടങ്ങൊന്നുമല്ല, ഒരു ചെറിയ ചടങ്ങാണ്. എല്ലാവർക്കും തക്ക സമയത്ത് തന്നെ ഫുഡ് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, ഞങ്ങൾ അങ്ങോട്ട് വരണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല ഫുഡെല്ലാം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേക്കാം, ആരും തന്നെ അങ്ങോട്ട് വരണ്ട, ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് തരാം എന്നൊക്കെ പറയുന്നുണ്ട് അവർ. പിന്നീട് പത്മ മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മേ നമുക്ക് അവർക്ക് രണ്ടുപേർക്കുള്ള വേദിക്കും വിക്രമിനുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല അത് നമ്മൾ എടുക്കേണ്ടതല്ല, അത് അവരുടെ ചെക്കൻ വീട്ടുകാരാണ് അത് എടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യമായാൽ പോലും അവരാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ കമലയുടെ അടുത്ത് ചോദിച്ച് വാങ്ങിയതാണ് ഇങ്ങനൊരു കാര്യം, നിങ്ങൾ ഭക്ഷണം ഏൽപ്പിക്കേണ്ട, ഞാൻ തന്നെ അറേഞ്ച് ചെയ്തോളാം എന്ന് അവരുടെ അടുത്ത് സമ്മതം ചോദിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളത് പത്മയുടെ അടുത്ത് പറയുകയാണ്. അപ്പോഴേക്കും വർഷ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. വർഷ ഇങ്ങനെ മുത്തശ്ശീനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം മുത്തശ്ശി ചോദിക്കും, എന്താ വർഷ നിൻ്റെ ദേഷ്യം ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി ഇതെല്ലാം തെറ്റാണ്, എനിക്കിതൊന്നും ഇഷ്ടമല്ല, അവളവിടെ പോയി നിൽക്കുന്നത് തന്നെ നമുക്ക് അപമാനമാണ്, പിന്നെ അവളുടെ കഴുത്തിലുള്ള താലി തന്നെ ഒരു അപമാനമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ചടങ്ങ് കൂടി നടത്തിയാലേ അവൾ സ്ഥിരമായി അവിടെ നിൽക്കേണ്ടി വരില്ലേ, ഇതൊക്കെ ശരിയാണോ മുത്തശ്ശി എന്ന് വർഷ ചോദിക്കുകയാണ്. അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കും തന്നെ യോജിച്ചു പോകാൻ പറ്റുന്നില്ല, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഇത് അവരുടെ കല്യാണം തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾക്കത് വിശ്വാസമാണ്, നിങ്ങൾക്കത് വിശ്വസിക്കണില്ല എന്നുണ്ടെങ്കിൽ വിശ്വസിക്കണ്ട, എന്തു തന്നെ ആയാലും ഞങ്ങൾ ഈ ഫംഗ്ഷൻ നടത്തുമെന്ന് മുത്തശ്ശി പറയാണ്. അപ്പോഴേക്കും ശ്രീ അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശി, വർഷ പറഞ്ഞതൊക്കെ ശരിയാണോ, നിങ്ങളെ താലി പിരിക്കൽ ചടങ്ങ് നടത്താൻ പോവുകയാണോ, അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ താമസിച്ചോട്ടെ എന്നാണ് വിചാരിക്കുന്നത്, ഞാൻ അച്ഛനാണെങ്കിലേ അവളെ ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുവരുന്നതാണ് ആലോചിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിച്ച് വയ്ക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, ഞങ്ങൾ ഈ ചടങ്ങ് നടത്താനങ്ങ് തീരുമാനിച്ചു, പിന്നെ നിങ്ങൾ വിശ്വസിക്കത്തില്ല അവരുടെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം, പക്ഷേ ഇത് ദൈവസന്നിധിയിൽ വെച്ച് നടന്ന കല്യാണം, അത് ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ആര് തടയാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, ഞങ്ങൾ ഈ ചടങ്ങ് നടത്തും തന്നെ മുത്തശ്ശി പറയുകയാണ്. ഈ ഫംഗ്ഷനൊക്കെ നമ്മുടെ അച്ഛൻ ഒത്തുവരുമോ, അതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് വിഷം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അക്കാര്യമൊക്കെ ഞങ്ങളേറ്റു, നിൻ്റെ അച്ഛനെ എൻ്റെ മോനല്ലേ, എനിക്കറിയാം അവനെ, കുറച്ച് കഴിയുമ്പോഴേ സാവധാനം അവൻ ഇതിനോട് അങ്ങ് ഒത്തുകൊള്ളും, ഇതെല്ലാം അംഗീകരിക്കും എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഇതൊരു ജഡ്ജിയുടെ വീടായതുകൊണ്ട് മാത്രമാണ് എന്നെ നിങ്ങൾ കല്യാണം ആലോചിച്ച് വന്നപ്പോഴേ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വിട്ടത്. അപ്പോൾ നിങ്ങളിനി വിക്രം എന്ന ഒരു ഗുണ്ടയ്ക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ച് കൊടുത്ത് അവിടെയെങ്കിലും സ്ഥിരമാക്കുമ്പോഴേ നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലേ, പക്ഷേ അങ്ങനെ ഒരു വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുവന്നിരിക്കണമെന്ന് അറിയുമ്പോഴേ എനിക്കും എൻ്റെ ആൾക്കാർക്കും ഒക്കെ അത് വലിയ നാണക്കേടാണ്, നിങ്ങളെന്താ അതിനെപ്പറ്റി ചിന്തിക്കാത്തതെന്ന് വർഷ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം തന്നെ ആലോചിച്ച് തന്നെയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്, ഇത് ദൈവസന്നിധിയിൽ വെച്ച് ദൈവ തീരുമാനത്തിന് നടന്ന ഒരു വിവാഹമാണ്, അതിനാർക്കും തന്നെ നിഷേധിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് അംഗീകരിക്കുന്നതും, അതുകൊണ്ടാണ് വർഷേ ഞാൻ ഈ ചടങ്ങ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് പറയാണ് മുത്തശ്ശി.
പിന്നീട് കമലാമ്മ അത്യാവശ്യം വേണ്ടപ്പെട്ട വീട്ടുകളിലെല്ലാം നടന്ന് കല്യാണം ചടങ്ങിന് ഫംഗ്ഷന് ക്ഷണിക്കുകയാണ് നടന്നിട്ട്. അങ്ങനെ ഒരു ചേച്ചീനെ കണ്ടപ്പോൾ അവരോട് പറയുന്നുണ്ട്, എൻ്റെ വേദയുടെയും വിക്രമിൻ്റെയും താലിപിരിക്കൽ ചടങ്ങാണ്, നിങ്ങൾ വരണം എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, വലിയ പരിപാടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ മാത്രം നടക്കുന്നൊരു ഫംഗ്ഷനാണ്, നീ എന്തായാലും വരണം എന്ന് പറയുമ്പോൾ ആ ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാ കമലെടുത്തി ഇങ്ങനെ നടക്കുന്നത് ഒറ്റയ്ക്ക്, വയ്യാത്തതല്ലേ ശ്രീജേനെ നന്ദിനീനെ ആരെങ്കിലും കൂട്ടിക്കൂടെ ഒപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അവർ വരാമെന്ന് പറഞ്ഞത് തന്നെയാണ്, പക്ഷേ ഞാനിവിടെ അടുത്ത് അവർക്ക് അറിയാത്ത വീടുകളിലൊക്കെ ഒന്ന് കയറി പറയാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണെന്ന് പറയുമ്പോഴേക്കും വിക്രം അങ്ങോട്ട് ബൈക്കിൽ വരികയാണ്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, വിക്രം നിൽക്ക്, നീ അമ്മയെ കൂടെ കൊണ്ടുപോ, കണ്ടില്ലേ താലിപിരിക്കൽ ചടങ്ങ് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ, എന്തിനാ അമ്മയെ ഇങ്ങനെ വയ്യാത്ത സമയത്ത് ഒറ്റയ്ക്ക് വിടുന്നത്, നിനക്ക് ഒപ്പം കൊണ്ടുപോയി കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം വാ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കമലയെ വിളിക്കുക കേട്ടോ. കമലാമ്മ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അമ്മ എന്താ ഇത്, എല്ലാവരെയും ക്ഷണിച്ചിട്ട് നിങ്ങളെന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, നിനക്കെന്താടാ അതിന്, ഞാനല്ലേ ക്ഷണിക്കുന്നത്, നീ എൻ്റെ കൂടെ വരാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ ഈ ചടങ്ങിനെ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാലല്ലേ ഈ ചടങ്ങ് നടക്കത്തുള്ളൂ, ഞാൻ കെട്ടത്തില്ല എന്ന് പറയാണ്. അതൊക്കെ കാണാമെടാ, നമുക്ക് കാണാം, നീ നിൻ്റെ പണി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ അങ്ങ് പോവാണ്. പിന്നീട് വർഷയും ശ്രീയും കൂടി എങ്ങനെ ഫംഗ്ഷൻ മുടക്കാമെന്നുള്ളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷ പറയുന്നുണ്ട്, നമുക്ക് ഈ ചടങ്ങ് നടത്താൻ പാടില്ല ചേട്ടാ, ഇതെങ്ങനെയെങ്കിലും മുടക്കണം, പക്ഷേ അച്ഛനറിയാനും പാടില്ല, അച്ഛനോട് പറഞ്ഞാലേ അച്ഛൻ പറയും നേരായ വഴിയിലൂടെ മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയും, അതുകൊണ്ട് ഒന്നും തന്നെ നടക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് അച്ഛനറിയാതെ ഈ ഒരു പരിപാടി എങ്ങനെയെങ്കിലും മുടക്കണം, ഈ ഒരു ഫംഗ്ഷൻ നടക്കരുത് എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീയും അതിനോട് ഒക്കുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ഇത് മുടക്കാം എന്ന് അവർ തീരുമാനിക്കുകയാണ്. പിന്നീട് നമ്മുടെ നന്ദിനി ഇങ്ങനെ നാലുപുറം വീട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വേദ എവിടെയെങ്കിലും കാണുന്നുണ്ടോ, അടുത്തെങ്ങാനും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, എന്നിട്ട് പറയുന്നുണ്ട്, ഓ ഇപ്പോൾ വേദ ഇവിടെ അടുത്തൊന്നും കാണുന്നില്ല, ഈ വിക്രം ഒന്നിങ്ങും വന്നെങ്കിൽ അവൻ്റെ അടുത്ത് കുറച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്, വേദ കേട്ടാൽ അത് പ്രശ്നമാവും, അപ്പോൾ ഇവനെ എന്താ കാണാത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രീജയാണെങ്കിൽ കിച്ചണിൽ, ഓ വിക്രം ഇപ്പോൾ വരുമല്ലോ, അപ്പോഴേക്കും പാചകം കറി ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പാചകം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. നമുക്ക് വിക്രം കയറി വരുന്ന സമയത്ത് നന്ദിനി ഉമ്മറത്ത് തന്നെ നിൽക്കുന്നത് കണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ചേട്ടനെ കാത്തു നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഓ അല്ലടാ, ഞാൻ വെറുതെ നിന്നേ ഉള്ളൂ, നീ എന്താ ഇത്ര നേരത്തേന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് പെട്ടെന്ന് പോകണം, ഭക്ഷണം ഇടവേളയിൽ കുറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ട് വേഗം വന്നതാണ് എന്ന് പറയുമ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട്, നീ വരുന്ന വഴിക്ക് അമ്മയെങ്ങാനും കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അമ്മയെ കണ്ടു വരുന്ന വഴിക്ക്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് എനിക്ക് അറിയാത്തതെന്ന് വിക്രം പറയുന്നുണ്ട്. അതേ ഈ അഭിയുണ്ടല്ലോ അമ്മയെ മയക്കി വെച്ചിരിക്കുക, അവൾ പറഞ്ഞിട്ട് അമ്മ ഇതെല്ലാം ചെയ്യുന്നതെന്ന് നന്ദിനി പറയാണ്. എന്നാലും ഈ അമ്മ എനിക്കെതിരായിട്ടും നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എതിരായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ വീട്ടിലുള്ളവർ തന്നെ നമുക്കെതിരാണെങ്കിൽ പിന്നെ പുറത്തുള്ളവരെ എതിരാവാണ്ടിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ വിക്രം ചോദിക്കാട്ടോ നന്ദിനിയുടെ അടുത്ത്. അമ്മ മാത്രമല്ല വിക്രം, നമ്മുടെ ശ്രീചേച്ചി ഉണ്ടല്ലോ, വേദയ്ക്ക് സപ്പോർട്ടാണ്, പിന്നെ ഈ വീട്ടിലൊരു പെൺതരി ഉണ്ടെങ്കിലേ അത് ഞാൻ മാത്രമാണ് വിക്രമിന് സപ്പോർട്ടായിട്ടുള്ളൂ എന്നിങ്ങനെ പറയണേ. പക്ഷേ നമ്മുടെ വിക്രം എന്താ ഇങ്ങോട്ട് കയറി വരാത്ത, വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ശ്രീജ, അപ്പോൾ എന്താ ഇങ്ങോട്ട് കാണാത്തതെന്ന് വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് വരികയാണ് ശ്രീജ. അപ്പോഴാണ് ഇവർ സംസാരിക്കുന്നത്, ഇങ്ങനെ അവിടെ നിന്ന് കേൾക്കുകയാണ് ശ്രീജ. പിന്നീട് നന്ദിനി പറയുന്നുണ്ട്, വിക്രം ആ വേദയുണ്ടല്ലോ നിന്നെ മയക്കിയെടുക്കാൻ വേണ്ടിയിട്ടേ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അവളുടെ പ്ലാനൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല, ചേച്ചി വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഇല്ല വിക്രം, നീ ആ വേദിയുണ്ടല്ലോ അത്ര നിസ്സാരമായിട്ടൊന്നും കാണണ്ട, അവൾ എൻ്റെ അടുത്ത് വിളിച്ചിരിക്കുക, ഈ നാട്ടിലുള്ളവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നിൻ്റെ കൈ കൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കുന്നത് എന്നെക്കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ വിളിച്ചിരിക്കണു, അതുകൊണ്ട് അവളെ ഇനി നിസ്സാരമായിട്ട് കാണരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതെന്തിനാ ചേച്ചി നിങ്ങളുടെ അടുത്ത് അവളിങ്ങനെ ബെറ്റ് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി നിന്ന് പരുങ്ങാട്ടോ. നന്ദിനി കള്ളത്തരമൊന്നും പുറത്ത് കാണിക്കുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട്, അതെ എന്തുകൊണ്ടാണെന്നറിയോ, അവൾക്ക് എൻ്റെ അടുത്ത് എന്തോ ഒരു ദേഷ്യമുണ്ട്, അതവൾ എൻ്റെ അടുത്ത് തീർക്കുന്നതാ.
അതെന്താണെന്നറിയോ? ചിലപ്പോൾ നിൻ്റെ അടുത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കല്ലേ നിനക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിങ്ങനെ പറയാണ്. എന്തായാലും വിക്രം, നീ അവളുടെ കഴുത്തിൽ താലി കെട്ടല്ലേ? അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാലുണ്ടല്ലോ, പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അത് അംഗീകരിച്ചു എന്നുള്ളതായിരിക്കും. പിന്നെ നീ അവളെയും കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിച്ച് തീർക്കേണ്ടി വരും. അതാണോ നീ ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നന്ദിനി. ചേച്ചി, അവളിവിടെ തല കീഴായി നിന്നാൽ പോലെ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടത്തില്ല. ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറയാട്ടോ വിക്രം. നന്ദിനി ഇങ്ങനെ വിക്രമിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം നമ്മുടെ ശ്രീജ ഇങ്ങനെ ഇപ്പോൾ അവിടെ അപ്പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അവർ ശ്രീജനെ കാണുന്നില്ല. ശ്രീജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ പാവി, എടി നന്ദിനി, എന്തിനാ നീ പാവം വേദയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വിക്രമിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സിൽ. പിന്നീട് വിക്രം അങ്ങ് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ശ്രീജ അങ്ങോട്ട് വന്ന് നന്ദിനിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാ നന്ദിനി നീ ഇങ്ങനെ പാവം വേദയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വിക്രമിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്? ഞാനും നീയും ഇവിടുത്തെ മരുമകളാണ്, അവളൊരു മരുമകൾ തന്നെയാണ്. പിന്നെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നീ എന്തിനാ ഇത്രയും വലിയ ദ്രോഹമൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനിപ്പോൾ ചേച്ചി ഞാനെന്ത് തെറ്റാ ചെയ്തതെന്ന് നന്ദിനി ചോദിക്കുകയാണ്. അതെ, നീയൊരു നല്ല മരുമകളാണെങ്കിലേ ഈ കുടുംബത്തിൽ വിക്രമിന് വേണ്ടിയിട്ടേ നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് അവന് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക വേണ്ടത്. നീ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് ചോദിക്കുകയാണ് ശ്രീജ.